കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 9 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായ ഫോർമുല 1 കാറോട്ട് മത്സരത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് രാജ്യം. മത്സരത്തിൽ പങ്കെടുക്കാനായി നിരവധി താരങ്ങളും ഇതിനകം ബഹ്റൈനിലെത്തിയിട്ടുണ്ട്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് വെൽക്കം ടീമാണ് ഇവരെ സ്വീകരിച്ചത്. 2 തവണ ലോക ചാമ്പ്യനായ ആസ്റ്റൺ മാർട്ടിൻ താരം ഫെർണാണ്ടോ അലോൺസോ, മെഴ്സിഡീസിന്റെ ആൻഡ്രിയ കിമി അന്റോനെല്ലി, വില്യംസിന്റെ കാർലോസ് സയൻസ്, അലക്സാണ്ടർ ആൽബൺ, റെഡ് ബുൾ റേസിംഗിന്റെ യുക്കി സുനോഡ, ഹാസിന്റെ എസ്റ്റബാൻ ഒക്കോൺ, റേസിംഗ് ബെല്ലിന്റെ ഐസക് ഹജാർ, ലിയാം ലോസൺ തുടങ്ങിയവർ എത്തിയ താരങ്ങളിൽ പ്രമുഖരാണ്. ഏപ്രിൽ 11 മുതൽ 13 വരെ സാഖിറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ അരങ്ങേറുന്ന F1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിയോടനുബന്ധിച്ച് പ്രശസ്ത സംഗീതജ്ഞരുടേതടക്കമുള്ള പ്രകടനങ്ങളും അരങ്ങേറും. ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിലെ മത്സരങ്ങൾക്ക് ശേഷമാണ് F1 ടീം ബഹ്റൈനിലെത്തുന്നത്. നിലവിൽ മത്സരത്തിനായുള്ള മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞിട്ടുണ്ടെന്നും F1 അധികൃതർ വ്യക്തമാക്കി. മനാമ സെൻട്രൽ മാർക്കറ്റിൽ പരിശോധന നടത്തി കോസ്റ്റ് ഗാർഡ്. ആഭ്യന്തര മന്ത്രാലയം, ലേബർ മാർക്കറ്റ് അതോറിറ്റി, മാരിടൈം കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ഡയറക്ടറേറ്റ് എന്നിവരെ ഏകോപിപ്പിച്ചാണ് പരിശോധന നടത്തിയത്. രാജ്യത്ത് മത്സ്യബന്ധന നിരോധനം അടക്കമുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ഫിഷ് മാർക്കറ്റിലടക്കം പരിശോധന നടത്തിയത്. നിയമങ്ങൾ ലംഘിച്ചതിനും ലൈസൻസ് ഇല്ലാതെ തൊഴിലിൽ ഏർപ്പെട്ടതിനും നിരവധി വ്യക്തികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ െതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. എല്ലാ മത്സ്യത്തൊഴിലാളികളും രാജ്യത്തിന്റെ മത്സ്യബന്ധന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും ബഹ്റൈൻ സമുദ്ര സമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം പരിശോധനകൾ തുടരുമെന്നും കോസ്റ്റ് ഗാർഡ് അധികൃതർ വ്യക്തമാക്കി. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുവാൻ മുടിദാനം നൽകി വേറിട്ട പിറന്നാൾ ആഘോഷവുമായി ബഹ്റൈൻ പ്രവാസിയായ സാൻവി സുജീഷ്. ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് ഇരിങ്ങത്ത് സുജീഷ് മാടായിയുടെയും അഞ്ജലി സുജീഷിന്റെയും മകളായ സാൻവി ഇന്ത്യൻ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ത്യൻ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ദിയോദേവ് സഹോദരനാണ്. ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ക്യാൻസർ കെയർ ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറി KT സലീം സാൻവിയിൽ നിന്നും മുടി സ്വീകരിച്ചു. ചുരുങ്ങിയത് 21 സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് 33509999 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തികച്ചും സൗജന്യമായാണ് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികളടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ആരംഭിക്കുന്ന മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെ സമസ്ത മദ്രസകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നേരറിവ് നല്ല നാളേക്ക് എന്ന ശീർഷകത്തിലാണ് ബഹ്റൈൻ റേഞ്ചിലെ 10 മദ്രസകളിലും പ്രവേശനോത്സവം നടന്നത്. ഷെയ്ഖ് അഹമ്മദ് സാമി ദോസരി സമസ്ത കേന്ദ്ര ആസ്ഥാന മന്ദിരത്തിൽ ബഹ്റൈൻ തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ ഷറഫുദ്ദീൻ മൗലവി ഖിറാഅത്ത് നടത്തി. പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ, 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
താമസ സ്ഥലത്ത് കഞ്ചാവ് കൃഷി നടത്തിയതിന് 5 പേരെ ബഹ്റൈനിൽ പിടികൂടി. 1 മില്യൺ ദീനാർ വിപണി മൂല്യമുള്ള കഞ്ചാവാണ് അധികൃതർ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 28-നും 51-നും ഇടയിൽ പ്രായമുള്ള വിവിധ രാജ്യക്കാരായ 5 പേരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് ചെടികൾ വളർത്തുന്നതിനോടൊപ്പം അവ വിപണിയിലെത്തിക്കുന്നതിനായുള്ള ഉപകരണങ്ങളും ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. പിടിച്ചെടുത്ത എല്ലാ വസ്തുക്കളും കണ്ടുകെട്ടിയതായും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈൻ ICFന്റെ ജീവകാരുണ്യ മേഖലയിലെ ശ്രദ്ധേയമായ പദ്ധതിയായ പ്രവാസി സുരക്ഷാ നിധി പദ്ധതിയിൽ അംഗത്വം പുതുക്കുന്നതിനും പുതുതായി അംഗത്വം എടുക്കുന്നതിനുമായി ഏപ്രിൽ 30 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന് നാളെ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിൽ അംഗമായിരിക്കെ ഗുരുതര അസുഖങ്ങൾ പിടിപെടുകയോ പെട്ടെന്നുള്ള അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ വരെ സഹായധനമായും അംഗങ്ങളിൽ ആരെങ്കിലും ആത്മഹത്യയിലൂടെയല്ലാതെ മരണമടഞ്ഞാൽ അവരുടെ കുടുംബത്തിന് നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ വരെ ധനസഹായവും നൽകി വരുന്നുണ്ട്. 2006-ൽ തുടക്കം കുറിച്ച ഈ പരസ്പര സഹായ പദ്ധതിയിൽ നിലവിൽ 2000-ഓളം പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ അംഗത്വം എടുക്കുന്നതിനും മറ്റു വിശദ വിവരങ്ങൾക്കും 33625767 അല്ലെങ്കിൽ 39451495 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാത്തലിക് അസോസിയേഷൻ ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റിന് മെയ് 9-ന് തുടക്കം കുറിക്കും. സ്പോർട്സ് സെക്രട്ടറി നിക്സൺ വർഗീസ്, ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് ചെയർമാൻ റോയ് ജോസഫ്, വൈസ് ചെയർമാൻമാരായ അബ്ദുൾ റഷീദ്, റോയ് സി ആന്റണി, കോർഡിനേറ്റർ റെയ്സൺ മാത്യു, കമ്മിറ്റി അംഗങ്ങളായ ജോബി ജോർജ്, സിജി ഫിലിപ്പ്, അനൂപ്, ജയകുമാർ, വിനോദ് ഡാനിയൽ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് ടൂർണമെന്റ് നിയന്ത്രിക്കുന്നത്. 2 ആഴ്ച നീളുന്ന ടൂർണമെന്റിൽ ഇന്ത്യ, ബഹ്റൈൻ, പാകിസ്ഥാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുമെന്ന് KCA പ്രസിഡന്റ് ജെയിംസ് ജോണും ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റിയും പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. വിശദ വിവരങ്ങൾക്ക് 33402088 അല്ലെങ്കിൽ 39681102 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്.